ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഈ അവധിക്കാലം നമുക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് കാര്യങ്ങളിലൊന്നാണ് ഈ തീർത്ഥാടനം. ഇത് തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് നമ്മളിത് ടൂർ പ്രോഗ്രാമായിട്ട് കാണാതെ നല്ല അനുഭവങ്ങൾ നേടിയെടുക്കാനുള്ളൊരു സ്ഥലമായി ഇതിനെ കണക്കാക്കുക. ഇവിടെ ഇതൊരു കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രമൊന്നുമല്ല, പക്ഷേ ഭയങ്കര അഭിഷേകമാണ് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ പങ്കുചേരാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുക. പള്ളികൾ, പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, കുമ്പസാരം എല്ലാം പ്രയോജനപ്പെടുത്തുക. നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. നമ്മളിന്ന് ആഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് പറയുന്നത് കഴുകനാണ്. കഴുകൻ, അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ 7-ാം വാക്യമാണ് സുവിശേഷകന്മാരുടെ പ്രതീകങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. അപ്പോൾ കഴുകൻ ഉയർന്ന് പറക്കുന്നൊരു പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന് പറക്കുന്നത് കൊണ്ട് എല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, എന്താണ് ഭൂമിയിൽ നടക്കുന്നതെന്ന്. അതുപോലെ ദൈവശാസ്ത്രപരമായി ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈശോയെ അറിയേണ്ട കാര്യങ്ങൾ ഒക്കെ കുറേ കൂടി വ്യക്തമായി ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം, അത് മെൽ ഗിബ്സണാണത് ചെയ്തത്. അദ്ദേഹം ഈ യോഹന്നാൻ ശ്ലീഹായുടെ തിയോളജി, ദൈവശാസ്ത്രം പഠിച്ചിട്ടാണത് ചെയ്തത്. പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. മറ്റു 3 സുവിശേഷങ്ങളെക്കാൾ നമുക്കങ്ങനെ തോന്നും, പെട്ടെന്ന് തോന്നും, അങ്ങനെ അത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് തോന്നും. വളരെ ഗഹനങ്ങളായിട്ടുള്ള പഴയ നിയമബന്ധിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കി തന്നിട്ടുള്ളത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകനാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. അബ്രഹാത്തോട് ഇസഹാക്ക് ചോദിക്കൽ, ഉൽപ്പത്തി 22:7, വിറകും തീയും ഉണ്ടല്ലോ, ബലിക്കുള്ള കുഞ്ഞാടവിടെ. അപ്പോൾ ഈ കുഞ്ഞാടെന്നുള്ള പ്രതീകം നിങ്ങൾ ചിലപ്പോൾ അൾത്താറുകളിലൊക്കെ മുന്നിൽ കൊടിയും പിടിച്ച് നിൽക്കുന്ന കുഞ്ഞാടിനെ നിങ്ങൾ കാണും. അപ്പോൾ ഈശോയുടെ പ്രതീകമാണത്. അപ്പോൾ ഈശോ നടന്നു പോകുമ്പോൾ യോഹന്നാൻ ശ്ലീഹായാണ് സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 29, 35 വാക്യങ്ങളിൽ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് പുതിയ നിയമത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. ഇനിയും പഴയ നിയമത്തിൽ സ്ത്രീ, സർപ്പം, സ്ത്രീ, ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് ഉൽപ്പത്തി 3:15 അത് മരിയ ശാസ്ത്രജ്ഞന്മാർ അതിനെ പ്രോട്ടോ എവങ്കേലിയും, പരദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദിമാതാപിതാക്കളോട് വചനം പറഞ്ഞ വചനത്തിലൂടെ നൽകപ്പെട്ട ആദ്യത്തെ സന്തോഷത്തിൻ്റെ വാർത്തയാണ്, ആദ്യത്തെ സുവിശേഷമാണ് പ്രോട്ടോ എവങ്കേലിയം, ഉൽപ്പത്തി 3:15. അപ്പോൾ ആ സ്ത്രീയെ കണക്ട് ചെയ്യത്തക്ക വിധത്തിൽ കാനായിലെ കല്യാണ നാളിൽ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, പെന്തക്കോസ്തക്കാരതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവശാസ്ത്രത്തിൻ്റെ ഗഹനമായ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഉൽപ്പത്തിയിലെ സ്ത്രീയാണ്, 2-ാമത്തെ ഹവ്വയാണ് പരിശുദ്ധ മറിയം. സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ. അപ്പം നമ്മൾ വിചാരിക്കും അമ്മയെ ആരെങ്കിലും സ്ത്രീ എന്ന് വിളിക്കുമോ? പക്ഷേ ഉൽപ്പത്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന വിധത്തിൽ സുവിശേഷം രചിച്ചതുകൊണ്ടാണ് അങ്ങനെ. ഇനി ആഗ്നേയ സർപ്പദംശനമേറ്റവർ മരുഭൂമിയിൽ അവർ മരിച്ചു വീണു. അപ്പോൾ പിത്തള കൊണ്ടുണ്ട സർപ്പത്തെ കെട്ടി ഉയർത്തി അതിൽ നോക്കിയവർ രക്ഷ പ്രാപിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുകയാണ്, മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടതുപോലെ ഈശോ കുരിശിൽ ഉയർത്തപ്പെടണം. ആ പ്രതീകം കൊണ്ടുവന്നത് കണ്ടോ? ഇനി മന്ന, മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചുപോയി. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, ജീവനുള്ള അപ്പം, ഇത് കഴിക്കുന്നവർ മരിക്കുകയില്ല, നിത്യം ജീവിക്കും. അപ്പോൾ നോക്കിക്കേ, എത്ര പ്രതീകാത്മകമായിട്ടാണ്. നമുക്ക് തോന്നും ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ പറയുമെങ്കിലും വളരെ സിമ്പിളായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ യോഹന്നാൻ. കാരണം ഇദ്ദേഹം ഈശോയെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള വിശുദ്ധനാണ്.
കണ്ടതും കേട്ടതുമാണ്, അനുഭവിച്ചറിഞ്ഞത്, തൊട്ടതും സ്പർശിച്ചതും ഒക്കെയാണ് ഈ വിശുദ്ധൻ എഴുതി വച്ചിരിക്കുന്നത്. മരണത്തെ മുന്നിൽ കാണാൻ ഭാഗ്യം കിട്ടി. ബാക്കി ആരും കൂടെ ഉണ്ടായിരുന്നില്ല. അറിയാമല്ലോ, യോഹന്നാൻ ശ്ലീഹായാണ് കുരിശിൻ്റെ ചുവട്ടിൽ മാതാവിൻ്റെ ഒപ്പം ഉണ്ടായത്. അപ്പം മരണം നേരിട്ട് കണ്ടു. ഇനി കല്ലറയിലേക്ക് ആദ്യം പോയത് മഗ്ദലന മറിയമാണ്. അതിൻ്റെ പുറകെ പത്രോസും യോഹന്നാൻ ശ്ലീഹായും പോയി. പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടിയത് യോഹന്നാൻ ശ്ലീഹായാണ്. എന്നിട്ട് പത്രോസ് ആദ്യം കയറി കണ്ടു. അവിടെ കച്ച മാത്രം കിടക്കുന്നത് കണ്ടു. അതായത് ഈശോയുടെ ബോഡി അവിടെ ഇല്ല. ഈ ശിഷ്യനും അകത്ത് കയറി കണ്ട് വിശ്വസിച്ചു. മരണം കണ്ടു, ഉത്ഥാനവും കണ്ടു. കണ്ടതുകൊണ്ട് പറയാൻ എളുപ്പം, കാണാതെ പറയാൻ ഇത്തിരി പാടാം. തോമസ് ലീഹ വാശി പിടിച്ചത് ഇല്ലേ, കാണണം, എനിക്ക് കാണണം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തമായ ദൈവാനുഭവങ്ങൾ പറയുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഒന്നോർത്ത് നോക്കിയേ, നഥാനിയേൽ അത് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. അത് ബർത്തലോമിയായാണ്. ബർത്തലോമിയായുടെ ദൈവാനുഭവം അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ. ഇനി അന്ത്രയോസിനെ കൊണ്ട് ഒരു കുട്ടിയുടെ കയ്യിൽ 5 മീനുമുണ്ടെന്ന് പറയിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. ഇനി തോമാസ് ലീഹായുടെ അനുഭവം നിങ്ങൾക്കറിയാമല്ലോ. ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഉദ്ധിതനായ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഹ കൂടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണണമെന്ന് പറഞ്ഞു. തോമാസ് ലീഹായ്ക്ക് വേണ്ടി കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഓരോരുത്തർക്കും വ്യക്തമായ അനുഭവം കൊടുക്കാൻ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യൻ. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് നിങ്ങൾക്കെനിക്ക് നൽകാനായിട്ടുള്ള ദൂത്, ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ആഗ്രഹിച്ചാൽ വ്യക്തമായ ദൈവാനുഭവം നിങ്ങൾക്ക് തരും. നമ്മൾ ഈ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് അതൊരു അനുഭവമാകാത്തത് ഈശോയെ നമുക്കറിയാത്തത് കൊണ്ടാണ്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യത വഴി കിട്ടുന്ന വരപ്രസാദം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്. അപ്പോൾ ഈശോയെ അറിഞ്ഞ വിശുദ്ധൻ്റെ തിരുനാളാണിത്. ഈശോയെ തൊട്ട് കണ്ടറിഞ്ഞ വക്ഷസിൽ ചാരിക്കടന്ന വിശുദ്ധൻ. ആരാണ് അങ്ങ് ഒറ്റിക്കൊടുക്കാനിരിക്കുന്നത് എന്ന് ധൈര്യപൂർവ്വം ചോദിച്ച വിശുദ്ധൻ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇനിയും ചോദിക്കും, നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ അത് പറയുന്നുണ്ട്. പക്ഷേ ആ ചോദിച്ചാൽ ലഭിക്കുമെന്നത് കുറേ കൂടി നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായാണ്. 2 പേർ നിങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്ന കാര്യം സാധിച്ചു തരും. അത് മത്തായി 18:19 ഇത് പ്രാവർത്തികമാക്കിയ വിശുദ്ധനാണിത്. യാക്കോബും യോഹന്നാനും കൂടി ചെന്നിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കും, ഇടതും വലതും ഇരിക്കാനുള്ള ഭാഗ്യം ചോദിക്കും. അവർ 2 പേരും ചോദിച്ചു, ദുഷ്കരമായ കാര്യമാണ് ചോദിക്കുന്നത്, പക്ഷെ ദൈവം നിങ്ങൾക്ക് തരും, നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും എന്ന് ഈശോ അവരോട് പറഞ്ഞു. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ ആദ്യത്തെ രക്തസാക്ഷിയായി, യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈശോയുടെ മരണം കാണാൻ സാധിച്ചു. കാരണം ഇത് ഞാൻ പറയുന്നത്, 2 പേർ യോജിച്ച് ചോദിച്ചാൽ കിട്ടും. യാക്കോബ് യോഹന്നാൻ ഒരുമിച്ച് ചോദിച്ചത് അവർക്ക് കിട്ടി. 2 പേർ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഇത് കുറേ കൂടി മുന്തിരിവള്ളിയും ശാഖകളും ഇതിനെക്കുറിച്ച് പറയുന്നത്, മുന്തിരിവള്ളിയോട് ശാഖ ചേർന്ന് നിൽക്കണം. ഇതേക്കുറിച്ച് പറയുന്ന സുവിശേഷകൻ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ലഭിക്കും. കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് പറയണം, ആദ്യം കിട്ടും എന്ന് പറയാം. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയാണ്, തന്നെ വിശ്വസിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. ഇത് പറയുമ്പോൾ എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ പറ്റുകയില്ല, അതും പറയുന്നുണ്ട്. അതാണ്, നമുക്ക് വെറുതെ കിട്ടുകയില്ല, കിട്ടും, അനുഗ്രഹം കിട്ടും. അതാണ് വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇത് പറയുന്നത് യോഹന്നാൻ ശ്ലീഹയാണ്. 21-ാം വാക്യം, കിട്ടുമായിരിക്കും. അങ്ങനെയല്ല, കിട്ടും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. അത് 3 പ്രാവശ്യം പറയുന്നുണ്ട്. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും കിട്ടും. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും കിട്ടും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം വാക്യം, സ്വപുത്രരെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? ഇത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെച്ചത് യോഹന്നാൻ ശ്ലീഹ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്ക്,
നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഇത് യോഹന്നാൻ 16:23. നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. ചില കുട്ടികളൊക്കെ നല്ല രസകരമായിട്ടാണ് പിതാവേ എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത്. പിതാവിനോട് ചോദിച്ചാൽ എല്ലാം കിട്ടും. ഇത് അതായത് ചിലപ്പോൾ കോൺട്രഡിക്ഷനായിട്ട് തോന്നും. ഇത് അത്ര എളുപ്പമല്ല. സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ഒന്നും ലഭിക്കുകയില്ല. യോഹന്നാൻ 3:27 സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടണം. ഇനി യോഹന്നാൻ 6:44 പറയുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റുകയില്ല. വെറുതെ വരാനും പറ്റില്ല, വെറുതെ കിട്ടിയില്ല. പക്ഷേ ഈ ഒരു സംഭവം ഇത് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതി. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ വിശുദ്ധൻ കഴുകനെ പോലെ ഉയർന്ന് പറക്കുന്ന പ്രതീകമുള്ള വിശുദ്ധൻ നമ്മളോട് പറയുന്ന കാര്യം വളരെ സിമ്പിളാണ് മക്കളെ. കുരിശുമരണം കണ്ട ഈ വിശുദ്ധൻ പറയുകയാണ്, ഭയങ്കര സിമ്പിളാണ് ദൈവത്തോടടുക്കാൻ, പക്ഷെ കുറച്ച് പണിയുണ്ട്. അതൊക്കെ ചെയ്ത് അങ്ങനെ കർത്താവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിന് അനുഗ്രഹം കിട്ടും. നമുക്കതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ ഒരു ദൂത് നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾ ഇന്നൊരു ഗിഫ്റ്റ് ചോദിച്ചോ? ഈശോയെ തന്ന, പുൽക്കൂട്ടിലേക്ക് നോക്ക്, ഈശോയെ തന്ന ദൈവപിതാവിന് നമ്മൾ ചോദിക്കുന്ന ഒരു ജോലിയോ ഒരു കുഞ്ഞോ വിവാഹമോ കടബാധ്യതയോ, ഇതൊക്കെ എത്ര സിമ്പിൾ കാര്യമാണ് ദൈവത്തിന് മുമ്പിൽ. ഈശോയെ തരാൻ കഴിയുന്ന തമ്പുരാന് ഇതൊക്കെ തരാൻ ഭയങ്കര സിമ്പിളാണ്. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന എന്തും ലഭിക്കും. യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും സമൃദ്ധമായി നൽകാനും, വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ അടിപൊളിയായിട്ട് രക്ഷപ്പെടുത്താനാണ് ഈശോ വന്നിരിക്കുന്നതെന്നാണ് യോഹന്നാൻ സുവിശേഷം പറയുന്നത്. എന്തെങ്കിലും ഒരു ജീവൻ തരാനല്ല, സമ്പൂർണ്ണ പരിപൂർണ ജീവൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ബിരിയാണി ചോദിച്ച ചായ തന്നു വിടുന്ന പരിപാടിയല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നൽകാൻ കഴിവുള്ള തമ്പുരാനെക്കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് ഇന്ന് പറയുന്നത്. നമുക്കതുകൊണ്ട് നമുക്ക് ഭക്തിയോടെ പ്രാർത്ഥിക്കാം. ഈ ബലിയർപ്പണം, ഈ ഒരു ബലിയർപ്പണം തന്നെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ ഭക്തിയോടെ തുടർന്നുള്ള ബലിയർപ്പണ പ്രാർത്ഥനകളിൽ നമുക്ക് പങ്കുചേരാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് സമ്മാനം നിങ്ങളിലേക്ക് ഉടനെ എത്തിച്ചേരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.